ഹായ് ഗൈസ്, നമ്മൾ പുൽക്കൂടിനുള്ള ഇല്ലിക്കമ്പ് വെട്ടാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളത് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സ്ഥലങ്ങൾ. നമ്മുടെ ഇവിടുത്തെ റോട്ടിൽ രണ്ട് സൈഡിലും നിറയെ സ്നേഹപ്പുല്ല് നിൽക്കാറുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഈ ഒരു സീസൺ ആകുമ്പോൾ നിറച്ച് സ്നേഹപ്പുല്ല് വളർന്ന് പന്തലിച്ച് വരാറുണ്ട്. നമ്മളിത് കുറേ എടുത്തിട്ടുണ്ട്. അത് കെട്ടി നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാൻ പോവാണ് കേട്ടോ. 2 കളർ സ്നേഹപ്പുല്ല് പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നാട്. എവിടെ പോയാലും ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും നമ്മുടെ പതിവ് പരിപാടിയാണ്. ഞാനും എൻ്റെ അനിയനും കൂടെ 2 വീലറിലാണ് കേട്ടോ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത്. 2 സൈഡിലും കണ്ണെത്താ ദൂരത്തോളം പാടവും ഒരു സൈഡിലായിട്ട് വേമ്പനാട്ട് കായലിലേക്കുള്ള ഇടത്തോടും പിന്നെ ഇരു സൈഡിലും തെങ്ങുകളും നമ്മുടെ സ്നേഹപ്പുല്ലും ഒക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള വഴിയാണ് കേട്ടോ ഇത്. വൈകുന്നേരം ആണെങ്കിലും പറയേ വേണ്ട, നല്ല അടിപൊളി കാറ്റാണ്. സ്നേഹപ്പുല്ലിന് ശേഷം നമ്മളിതാ ഞാറ് പറിക്കാൻ വന്നേക്കാണ് കേട്ടോ. ഞാറ് എന്തിനാണെന്ന് മനസ്സിലായല്ല, നമ്മുടെ പുൽക്കൂടിന് മുന്നിൽ വെക്കാനായിട്ടാണ് കേട്ടോ. നേരത്തെയൊക്കെ നമ്മൾ തിന വിതയ്ക്കുമായിരുന്നു. ഈ വർഷം തിന വിതയ്ക്കാൻ മറന്നു പോയി. ഇനിയിപ്പോൾ 2 ദിവസത്തിന് മുമ്പ് വിതച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഞാറ് പറിക്കാൻ വന്നേക്കാണ്. കൊയ്ത്ത് കഴിഞ്ഞ് പാടായതുകൊണ്ട് തന്നെ ആവശ്യമില്ലാതെ കൊയ്ത്ത് കഴിയുമ്പോൾ വെള്ളം കയറ്റുമ്പോൾ കിളുത്ത് വരുന്ന ഞാറുകളുണ്ടല്ലോ, അതാണ് കേട്ടോ ഇവിടെ നിൽക്കുന്ന മൊത്തം. ഞാൻ പറിച്ചെടുക്കാൻ നോക്കി കേട്ടോ. ഇവിടെ കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് ഞാൻ പറിച്ചപ്പോൾ വേരൊക്കെ പൊട്ടിപ്പോയതുകൊണ്ട് നമ്മുടെ അനിയൻ ആവശ്യത്തിന് പറിച്ചെടുക്കുന്നുണ്ട്. ഇല്ലിക്കമ്പ് ഉൾപ്പെടെയുള്ള സകല സാധനവും നമ്മളിപ്പോൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് ഒത്തിരി പരിപാടികളുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.